നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ ഇന്ന് മധ്യ കേരളത്തിലാണ്, പാലായിലാണ്. എന്തൊക്കെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ! തെരഞ്ഞെടുപ്പ് ദിവസം അടുക്കും തോറും രാഷ്ട്രീയ കേരളം വിവിധ വിഷയങ്ങളാൽ ചർച്ചകൾ കൊണ്ട് മുഖരിതമാണ്. എന്താണ് മധ്യ കേരളം ചർച്ച ചെയ്യുന്നത് എന്ന് അറിയാൻ പോവുകയാണ് നമ്മൾ. മധ്യ കേരള സംവാദത്തിലേക്ക് സ്വാഗതം. ശ്രീ ജേക്സി തോമസ് CPM പ്രതിനിധീകരിച്ച് നമ്മോടൊപ്പമുണ്ട്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, UDF പ്രതിനിധീകരിച്ച്, ശ്രീ NK ശശികുമാർ അദ്ദേഹം BJP പ്രതിനിധീകരിച്ച് നമ്മോടൊപ്പമുണ്ട്. മൂന്ന് പേരും വളരെ പെട്ടെന്ന് നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ആദ്യം ശ്രീ വസന്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീട് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. വീട് കയറുമ്പോൾ ജനങ്ങൾ നിങ്ങളോട് നിങ്ങളുടെ പാലക്കാട്ടെ MLA എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? പാലക്കാട്ടെ MLA ഇപ്പോൾ ഞങ്ങളുടെ MLA അല്ല, അയാൾ സ്വതന്ത്ര MLA ആണ്. രണ്ടാമത് ഞങ്ങൾ അവരോട് പറയും, ഇപ്പുറത്ത് മുകേഷിൻ്റെയും പത്മകുമാറിൻ്റെയും CPM അവരെ കമ്മിറ്റിയിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ സസ്പെൻഡ് ചെയ്യുകയും ആ ആരോപണവുമായി ബന്ധപ്പെട്ട് FIR വന്ന് സെഷൻസ് കോടതിയാണ് കേട്ടോ, അതിന് മുകളിൽ സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകാൻ അയാൾക്ക് സാവകാശം കൊടുക്കാതെ 2/26 സെഷൻസ് കോടതി തള്ളിയ ജാമ്യത്തിൻ്റെ പുറത്ത് 2/27 ആർജവമെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം അയാളെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് എന്ന് ഞങ്ങൾ ആർജവത്തോടെ പറയുന്നത്. അപ്പോൾ ജനങ്ങൾ ചോദിച്ചാലുള്ള ഉത്തരം റെഡിയാണ്. ശരി, അതിന് മറുപടി പറയൂ ജയിക്ക്. ഒപ്പം ഈ പോലീസ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജാമ്യം തള്ളിയിട്ടും പിടിക്കാത്തതെന്നും ജനങ്ങൾ സംശയിക്കും. കാരണം ഇത് തെരഞ്ഞെടുപ്പ് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണോ? കേരളത്തിൽ, മധ്യ കേരളത്തിൽ വിശേഷിച്ചും കേരളത്തിൽ പൊതുവിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത് കോൺഗ്രസിനുള്ളിലെ അതിൻ്റെ ജീർണതകൾ, അപജയങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടോ ആ വിഷയങ്ങൾ എടുത്തു വെച്ച് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടോ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്ക് മറുപടി പറയാൻ, പ്രതികരിക്കാൻ പോലും താല്പര്യമില്ല. സവിസ്തരമായി ദീർഘസമയം എടുത്തുകൊണ്ട് 1 by 1 ദ വീക്ക് മുതൽ, മലയാള മനോരമ മുതൽ, മാർക്ക് റേറ്റിംഗിൽ വ്യത്യസ്ത പദവി അലങ്കരിച്ച ചാനലുകളിൽ സർവൈവേഴ്സ് മുതൽ, അങ്ങനെ ഒരു സർവൈവേഴ്സിൻ്റെ ദീർഘ പട്ടിക നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഇതെന്താണ്? ഇതൊരു അൺയൂഷ്വൽ ആൻഡ് അൺപ്രീസിഡന്റഡ് ആണ്. ചരിത്രത്തിൽ ഉദാഹരണങ്ങളോ സമീകരണങ്ങളോ ഇല്ലാത്ത കേസാണ്. അപ്പം ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഞങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലയളവിൽ പാലായിലും കോട്ടയത്തും കേരളത്തിലും ഒരു പതിറ്റാണ്ടിടയിൽ സംഭവിച്ച അപ്രായോഗികവും അസാധ്യവുമെന്ന് പലവിധ നേതാക്കന്മാർ വിധിയെഴുതപ്പെട്ട അഭൂതപൂർണമായ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് സ്വാഭിമാനം, സവിനയം എന്ന് വെച്ചാൽ നല്ല അഭിമാനത്തോടെ എന്നാൽ നിറഞ്ഞ വിനയത്തോടു കൂടെ കേരളത്തിൽ ഇടതുപക്ഷം വോട്ട് തേടുന്നത്. ഈ വിഷയങ്ങളൊന്നും കേരളത്തിലെ ഇടതുപക്ഷത്തിന് മുമ്പിലില്ല, പക്ഷേ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ജനങ്ങൾ പരിശോധിക്കട്ടെ, വിലയിരുത്തട്ടെ. ഈ രണ്ടു കൂട്ടരും അവരുടെ നിലപാട് വിശദീകരിക്കുകയുണ്ടായി. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങൾക്കാണോ? എന്താണ് അനുഭവം? എന്താണ് ജനങ്ങൾ, സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. വീട് കയറുമ്പം സാധാരണ ജനങ്ങൾ BJPയോട് പറയുന്നു, വികസനം എന്ന് പറയുന്ന രാഷ്ട്രീയം BJP ആണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർപ്പിടം മുതൽ കുടിവെള്ളം മുതൽ അവരുടെ ആരോഗ്യം വരെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ പദ്ധതികൾ നിർവഹിക്കപ്പെടുന്നു. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെ, കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ, പ്രധാനമന്ത്രി ആവാസ് യോജന ഉൾപ്പെടെ, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഉൾപ്പെടെ, ഗ്യാസ് കണക്ഷൻ ഉൾപ്പെടെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിയ ഒരു ഭരണകൂടത്തിൻ്റെ നയം ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അവർ വീട് കയറുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് വീട് കിട്ടി, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടി, ഞങ്ങൾക്ക് പാർപ്പിടം കിട്ടി, ഞങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടി, ഞങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി കിട്ടി, ഞങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് കിട്ടി. ഈ ഒരൊറ്റ കാര്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. മറുവശത്ത് ഈ അവിഹിത ചർച്ചകളല്ലാതെ എന്ത് വികസനത്തിന്റെ പേരിലാണ് ഇവർ വോട്ട് ചോദിക്കുന്നത്? ദൈനംദിന ആവശ്യത്തിന് ലോട്ടറി വിറ്റും മദ്യം വിറ്റും അന്നം കഴിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഗതികേടിനെ ഓർത്ത് എന്ത് പറയും കേരളത്തിലെ ജനത എന്നാണ് തെരഞ്ഞെടുപ്പ്. ശ്രീ ജയിക്ക് മറുപടി പറയൂ. ബഹുമാനിയനായ BJPയുടെ പ്രതിനിധി കാര്യമായി തന്നെ, ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഓഡിബിളല്ല എന്നുള്ളത് കൊണ്ടാണെന്നറിയില്ല, കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉന്നയിച്ച ഇത്തരം കാര്യങ്ങളോടൊന്നും ഞാൻ സ്പർശിച്ചിട്ട് പോലുമില്ല. ആ കേസിലെ പ്രതിയായി കേരളത്തിൻ്റെ പൊതുസമൂഹമാകെ അന്തസ്സുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാർ തള്ളിക്കളഞ്ഞ, രാഷ്ട്രീയത്തിൻ്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിഞ്ഞ ആ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പേര് പോലും ഞാൻ പരാമർശിച്ചിട്ടില്ല. കേരളത്തിലെ UDF ഗവൺമെൻറ് 1 രൂപ പോലും വർദ്ധിപ്പിക്കുകയും കൊടുക്കാതിരിക്കുകയും തുലച്ചു കളയുകയും ചെയ്യാൻ ശ്രമിച്ച സാമൂഹ്യക്ഷേമ പെൻഷൻ 25 ദിവസങ്ങൾക്കിടയിൽ 5600 രൂപ കേരളത്തിലെ 62 ലക്ഷം കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിക്കുന്നു. 35 വയസ്സ് പൂർത്തീകരിക്കപ്പെട്ട ഗാർഹിക ജോലി ചെയ്യുന്ന മുഴുവൻ സ്ത്രീകളും
പ്രതിമാസ ഓണറേറിയം അല്ലെങ്കിൽ പ്രതിമാസ ശമ്പളം 1000 രൂപ കേരളത്തിൽ പറ്റുവാൻ വേണ്ടി പോകുന്നു. 5 ലക്ഷത്തിലധികം വരുന്ന ഭവനരഹിതർ പൂർണ്ണമായി അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറുന്നു. ദ എക്കണോമിസ്റ്റ് ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച മാസിക ശ്രദ്ധിക്കുമല്ലോ, ഇടതുപക്ഷത്തിൻ്റെതല്ല. ഗ്രൗണ്ടിൽ ചലനം ഉണ്ടാക്കുന്ന നിരവധി ആക്ഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് എടുത്തതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതൊക്കെ ഭരണപക്ഷത്തിന് പറയാനുണ്ടോ? ശ്രീ അഭിലാഷ്, 2 കാര്യത്തിന് ഉത്തരം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങയുടെ അടക്കം ചാനൽ ചർച്ചകളിൽ CPM-ന്റെ പ്രതിനിധികൾ വലിയ വാദത്തോടു കൂടി പറഞ്ഞിരുന്ന വിഷയമാണത്. ഇനി അദ്ദേഹം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം സംസാരശേഷി തിരിച്ചു കിട്ടിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. 32 മിനിറ്റ് നീളുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റിൽ ഏതാണ്ട് 20-ൽ കൂടുതൽ മിനിറ്റ് അദ്ദേഹം ഉപയോഗിച്ചത് രാഹുൽ മാങ്കൂട്ടം വിഷയം പറയാൻ തന്നെയാണ്. അതായത് CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട അതായിരുന്നു. അയാളോട് കടക്ക് പുറത്ത് എന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങളോട് പിണറായി പറഞ്ഞതുപോലെയല്ല, ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിൻ്റെ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. പിന്നീട് ഒരു കാര്യം, അതിൽ BJP പ്രതിനിധിക്കും ഉത്തരം പറയാം. ഇന്ന് കൊല്ലത്തൊരു പാലം കീഴ്മേൽ മറിഞ്ഞിട്ടുണ്ട്. ആ കീഴ്മേൽ മറിഞ്ഞ പാലത്തിൻ്റെ പിതാവ് ആരാണ്? അതിൻ്റെ പിതൃത്വം ആരാണ് ഏറ്റെടുക്കുന്നത്? CPM-ന്റെ ആണോ അതോ റീലിട്ട CPM മന്ത്രിയുടെ ആണോ അതോ റീലിടാത്ത BJP മന്ത്രിയുടെ ആണോ എന്ന് ഇവർ ഉത്തരം പറഞ്ഞാൽ മതി. BJP-യെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ബൈപ്പോളാർ മത്സരം നടക്കാണ്. മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ഭരണം പ്രതിപക്ഷം എന്ന് പറയുന്നത് LDF-ഉം UDF-ഉം ആണ്, മാറി മാറി. ഇവിടെ ഒരു മൂന്നാമതൊരു ആൾട്ടർനേറ്റീവിനുള്ള സ്പേസ് എന്ത് പറഞ്ഞിട്ടാണ് നേടുക? ആൾട്ടർനേറ്റീവിനുള്ള സ്പേസ് വികസനം പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഒന്ന്, 2019 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ സ്വീകരിച്ചത്. 2021 ശേഷം ഒരൊറ്റ ആപ്ലിക്കേഷൻ, ഞാൻ ജനപ്രതിനിധിയാണ്, പഞ്ചായത്ത് മെമ്പറാണ്. 2021 ശേഷം സാധാരണക്കാർക്ക് വീട് വയ്ക്കാൻ ഒരു ആപ്ലിക്കേഷനും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. അതിനുശേഷം അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഗവൺമെൻറ്റാണ് പറയുന്നത് ഞങ്ങൾ വീട് വെച്ചു കൊടുത്തു, ഞങ്ങൾ സമാനതകളില്ലാത്ത വികസനം നടത്തിയെന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പറയട്ടെ, ജയിക്ക് മറുപടി പറയട്ടെ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ല. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പറഞ്ഞു നിങ്ങൾ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടു. അതിന്മേൽ ഒരു നടപടികളും പൂർത്തിയാക്കാൻ ഇതുവരെ സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് വന്നു, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എല്ലാ പദ്ധതികളിലുമുണ്ട്. അതല്ലാതെ ഇത് ഞങ്ങളുടെ മാത്രം കഥ, ഞങ്ങളുടെ മാത്രം അപ്പോസ്തലന്മാരാണ്, ഞങ്ങളാണ് ഇതിന്റെ എല്ലാ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കേണ്ട കാലം പോയി. കേന്ദ്ര വിഹിതം എത്ര ഗുണഭോക്താക്കൾ കേന്ദ്ര വിഹിതത്തിന്റെ ഗുണഭോക്താക്കളാണ്? ക്ഷേമ പെൻഷൻ 48, ഞാൻ ചോദിക്കുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വാർഷികകാല പെൻഷനിൽ 600 രൂപ, 1600 രൂപ കൊടുക്കുന്ന സമയത്ത് 600 രൂപ കേന്ദ്ര വിഹിതമാണ്. നികുതി വാങ്ങുന്ന ജനങ്ങൾക്ക് അതിന്റെ ഷെയർ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഔദാര്യമല്ലല്ലോ, അവകാശമല്ലേ? നിങ്ങൾ നേരം വെളുക്കുമ്പോൾ മുതൽ ജോൺ ബ്രിട്ടാസിന്റെ അഭിമുഖം കൊടുക്കുന്നവരാണല്ലോ. നിങ്ങൾ ആ കൊടുക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹം ആ പാലം ഇട്ടത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയല്ലേ ബ്രിട്ടാസ് പാലം ഇട്ടത്? ശരി, ഓക്കെ. 25 ദിവസത്തിനിടയിൽ 5600 രൂപ കേരളത്തിലെ 62 ലക്ഷം കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു. അതെത്തുന്നത് ഇടത്തരക്കാരുടെ കടകളിൽ മീനായും പച്ചക്കറിയായും പലവ്യഞ്ജനമായും ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ കയ്യിൽ ഓട്ടോറിക്ഷയ്ക്കുള്ള ഇന്ധനമായും മരുന്ന് കടയിൽ ആവശ്യമായും ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. അതാണ് പെൻഷന്റെ പിന്നിലുള്ള സാമ്പത്തിക ശാസ്ത്രം. ഈ 62 ലക്ഷം കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചു കൊടുക്കുന്ന 25 ദിവസത്തിനുള്ളിലെ 5600 രൂപയിൽ കോൺഗ്രസിന്റെ സംഭാവന എത്രയാണ്? 100 രൂപ പോലും വർദ്ധിപ്പിച്ച അനുഭവമുണ്ടോ കേരളത്തിൽ? ഈ 5600-ൽ 100 രൂപ ചതിച്ചിട്ടേ ഉള്ളൂ. പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ചാരായ ഷാപ്പിൽ കൊണ്ട കള്ള് കുടിക്കാനുള്ള പണമായിരിക്കും ഇത്, റീപ്രൊഡക്റ്റീവ് അല്ല എന്ന് പറഞ്ഞത് ആരാണ്? മുതിർന്ന ആളുകൾക്കറിയാം. ആ നേതാവിൻ്റെ പേരാണ് കോൺഗ്രസിന്റെ ലീഡർ എന്ന് കോൺഗ്രസ്സുകാർ മാത്രം വിളിക്കുന്ന കെ കരുണാകരൻ. ഇത് പ്രൊഡക്റ്റീവ് അല്ല എന്ന് അല്ലേ? അതിനുശേഷമോ ഇപ്പം 2000 ആക്കി 5600 ആക്കി കൊടുക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് പറയുകയാണ് നിങ്ങൾ വർഷാവർഷം 100 കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്, ഇങ്ങനെ കൊടുക്കാതിരിക്കുന്നത് കഷ്ടമല്ലേ? 2500 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 മാസക്കാലം കുടിശ്ശികയാക്കി ആളുകളെ ഇട്ട് പറ്റിച്ച് ആ പണി ഞങ്ങൾ നടത്തില്ല. പറഞ്ഞതെന്തോ ആ പറഞ്ഞത് വാക്ക് പ്രവർത്തിയായി പ്രോഗ്രസ് റിപ്പോർട്ടായി അച്ചടിച്ച് കൊടുക്കുന്നത് പോലെ ആ തുക വീട്ടിലെത്തിച്ച് കൊടുത്തിട്ടേ ഞങ്ങൾ വോട്ട് ചോദിക്കാൻ ഇറങ്ങത്തുള്ളൂ. അത് പെൻഷനെ കുറിച്ച്. പിന്നെ ഇവിടെ BJP നേതാവ് പറയുന്നത് എന്താണ്? അദ്ദേഹം തൊട്ട് മുമ്പ് പറഞ്ഞു 6 ലക്ഷം കോടിയെന്ന്. ഏത് കണക്കിലാ? സൗകര്യം കിട്ടുമ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ നീതി ആയോഗിന്റെ കണക്കെടുത്ത് നോക്കണം. ഇപ്പോ ഇന്ത്യയിൽ അപകടപൂർണമായ കടക്കണിയിൽ ഇല്ലാത്ത
14 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടികയുണ്ട്. ആ 14ലും കേരളമില്ല. സൗകര്യം കിട്ടുമ്പോൾ BJP നേതാവ് നീതി ആയോഗിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മതി. സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് നിൽക്ക് അങ്ങ് പലതും പറഞ്ഞല്ലോ, ഞാൻ ഓവർലാപ്പ് ചെയ്ത് ഇടപെട്ടില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് നിൽക്കുക. പിന്നെ ലൈഫ് മിഷൻ 4,71,244 വീട് പൂർത്തീകരിച്ചു. BJP നേതാവ് അന്തസ്സുണ്ട് പറ, ഇന്ത്യയിലെ ബാക്കി 28 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടോ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 4,71,000 അധികം വരുന്ന മനുഷ്യന്മാർക്ക് വീട് പൂർത്തീകരിച്ചു കൊടുത്തത്? എന്നിട്ട് കേരളം എന്തെങ്കിലുമൊക്കെ പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ മൂലയിൽ വന്ന് പിടിച്ചിട്ട് മറ്റേ ബഷീറിന്റെ കഥാപാത്രം ഇതിൽ പറയുന്നത് പോലെ അല്ലേ, ഏത് ചിത്രത്തിലും വന്നിട്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന കഥാപാത്രമുണ്ടല്ലോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. പിന്നെ PM ശ്രീ കൊള്ളാം, നല്ല കാര്യം. 2 ആഴ്ചകൾക്ക് മുമ്പ് പാർലമെന്റിൽ MHRD ഒരു റിപ്പോർട്ട് വെച്ചു. എന്താ റിപ്പോർട്ട്? കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം ഇന്ത്യയിലെമ്പാടും അടച്ചുപൂട്ടപ്പെട്ട സർക്കാർ സ്കൂളുകളുടെ എണ്ണം 19,445. ഒറ്റ സർക്കാർ സ്കൂൾ പോലും അടച്ചുപൂട്ടാതെ 4 ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തിയ ഒരേ ഒരു സംസ്ഥാനം ഏതാണ്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന നമ്മുടെ കേരളം. ഈ മാറ്റം തുടരേണ്ടതുണ്ടോ? ഇതാണ് കേരളം ചോദിക്കുന്നത്. എനിക്ക് ഏതായാലും ജയിക്കിനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. തോമസ് ഐസക്കിനെയും സ്വരാജിനെയും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ തോമസ് ഐസക്ക് സ്വരാജിന് കൊടുത്ത 2017 4 മാസം 26-ാം തീയതി കൊടുത്ത ഒരു ഉത്തരം വായിക്കാം. ഈ സർക്കാർ അധികാരം വെക്കുമ്പോൾ, അതായത് 1ാം പിണറായി ഗവൺമെന്റാണ് ജയിക്കെ, 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ അടക്കം 3 മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കാരണവും ഐസക് പറയുന്നുണ്ട്. അത് DBT സംവിധാനത്തിലേക്ക് വിതരണം ചെയ്യാൻ മാറ്റപ്പെട്ടതാണ്. അപ്പൊ ജയിക്കിനെ ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ ജയിക്ക് തള്ളി പറയണം. ആരെ? തോമസ് ഐസക്കിനെ, M സ്വരാജിനെ. ഇവരുടെ ആരോട് ഇവര് 3 പേരെ ഒരേ തലത്തിൽ തൊട്ടിട്ടാണ് ചോദിക്കാൻ പോകുന്നത്. ഈ നാട്ടിൽ മീനച്ചി താലൂക്ക്, കോട്ടയം ജില്ല, മധ്യ തിരുവിതാംകൂറ പിണറായി വിജയൻ അധികാരം കൊടുത്തത് ഇവിടുത്തെ റബ്ബർ കർഷകരുടെ വോട്ടാ. ആ റബ്ബർ കർഷകർക്ക് 250 ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഞങ്ങളാരും അതിനെക്കുറിച്ച് പോലും മിണ്ടുന്നില്ല. കാരണം എന്തറിയോ, പറഞ്ഞിട്ട് തന്നെ കാര്യം ഇരിക്കുന്നത്. 500 രൂപ ഈ സാധനത്തിന് ഇപ്പൊ കിട്ടണം. കേരളത്തിന്റെയും പ്രത്യേകിച്ച് കോട്ടയത്തിന്റെയും റബ്ബർ വ്യവസായത്തെ അഭിമാനകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന സിയാൽ മോഡൽ റബ്ബർ പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു വരികയാണ്. ആദരണീയനായ കേരളത്തിന്റെ മുൻ IAS ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ഷീല തോമസിനാണ് അതിന്റെ ചുമതല. റബ്ബറിൽ അങ്ങ് സൂചിപ്പിച്ച താങ്ങുവില അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പങ്കുവെച്ചു. ആ പ്രതീക്ഷയോട് നീതി പുലർത്തണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ജയിക്കിനോടാണ്. ആരോഗ്യരംഗത്തെക്കുറിച്ചാണ് ചോദ്യം. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് പോകുന്നു. KM മാണി സാർ അമേരിക്കയിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്കിതുപോലൊരു അസുഖം വന്നാൽ മുഖ്യമന്ത്രിക്ക് പോയി ചികിത്സിക്കാം. അതുപോലെ കൊടിയേരി സഖാവിന് ചോദിക്കാം. മാണി സാറിന് പോയി ചികിത്സിച്ചാണ്. ഞങ്ങൾക്ക് വന്നാൽ, ഞങ്ങൾ ഈ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും അസുഖം ഇതുപോലത്തെ മുഖ്യമന്ത്രിക്ക് വന്നിരിക്കുന്ന എന്തസുഖമെന്ന് എനിക്കറിയില്ല, വന്നാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അങ്ങയുടെ ചോദ്യത്തിന്റെ രത്നച്ചുരുക്കം ഞാൻ മനസ്സിലാക്കുന്നത്, ആദരണീയനായ ഉമ്മൻചാണ്ടിയും KM മാണിയും പിണറായി വിജയനും ഒക്കെ വിദേശത്ത് പോയി ചികിത്സിച്ച ആശുപത്രിയുടെ സൗകര്യം എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്നില്ല? അതായിരിക്കുമല്ലോ. നിർബന്ധമായും ഇപ്പോഴത്തെ ഇന്ത്യൻ അവസ്ഥയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു യൂണിയൻ ഗവൺമെന്റ് 6 മാസക്കാലം മുമ്പ് കേരളത്തിലെ ആരോഗ്യരംഗത്തിന് ഒരു പുരസ്കാരം കൊടുത്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പ്രതിവർഷം 1373 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നിലവാരത്തിൽ ഉറപ്പാക്കുന്ന ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം നമ്മുടേതാണ്. അങ്ങയുടെ ചോദ്യത്തിന് ഉപോത്ബലകമായ ഒരു കണക്ക് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. WHO വേറൊരു അല്പ ദിവസങ്ങൾക്ക് ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചു. അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാവും. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, മലയാളത്തിൽ ശിശുമരണ നിരക്കിന്റെ കുറവ്. അങ്ങ് ശ്രദ്ധിച്ചോ കേരളം എവിടെ നിൽക്കുന്നതെന്ന്? കേരളത്തിന്റെ ശതമാനം എത്രയാണ് അങ്ങേക്ക് അറിയുമോ? ശ്രദ്ധിച്ചിരുന്നോ? എത്രയാണ്? 5.0. US-ന്റെ എവിടെയാണ്? ഈ ഉമ്മൻചാണ്ടിയും പിണറായിയും കോടിയേരിയും ഒക്കെ ചികിത്സിക്കാൻ പോയിട്ടുള്ള ജർമ്മനി, അമേരിക്ക, ഇതിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എവിടെയാണ്? അങ്ങോട്ട് അവര് പോകുന്നത്. അതല്ല, അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. പാലായിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ സ്ത്രീയുടെ വയറ്റിലുള്ള ഭ്രൂണം കുഞ്ഞായി ജീവിക്കണമെങ്കിൽ, കേട്ടല്ലോ, ഫോഴ്സ്ഫുൾ അബോർഷൻ അല്ല, തെറ്റിദ്ധരിക്കില്ല, ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ കുഞ്ഞായി ജീവിക്കണമെങ്കിൽ, പാലായിലുള്ള സ്ത്രീയുടെ വയറ്റിലുള്ള ഭ്രൂണം കുഞ്ഞായി ജീവിക്കണമെങ്കിൽ അമേരിക്കയേക്കാൾ സുരക്ഷിതത്വം പാലായിലാണ്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. രണ്ടാമത്, ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും K സുധാകരനും ഒക്കെ പോയി ചികിത്സിച്ച സൗകര്യം ചില കാര്യങ്ങൾ ഇപ്പൊ കേരളം നേടിയെടുത്തിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളും നേടിയെടുക്കണമെന്ന അങ്ങയുടെ അഭിപ്രായം 100% സ്വീകാര്യമാണ്. അതിലേക്ക് കേരളം പോകേണ്ടതുമുണ്ട്. ഇത് ഭ്രൂണമല്ല ഇവിടെ വിഷയം. ഞാനൊരു പിണറായി വിജയന്റെ ഭ്രൂണമല്ല ഇവിടെ. അദ്ദേഹം പറഞ്ഞ കാര്യം ആദ്യം മനസ്സിലാക്കണം. അങ്ങ് പറഞ്ഞത് എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത് എന്ന കണക്കിനാണ്. അമേരിക്ക കേരളത്തെക്കാൾ പിന്നിലാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയും അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ അവിടെ ചികിത്സയ്ക്ക് പോവുകയും ചെയ്യണം. പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി സാർ, KM മാണി സാർ, അദ്ദേഹം KM മാണി എന്നാണ് പറഞ്ഞത്, ഞങ്ങൾ അന്നും ഇന്നും KM മാണി സാർ എന്നാണ് വിളിക്കുന്നത്. KM മാണി സാർ, ഉമ്മൻചാണ്ടി സാർ, K സുധാകരൻ അടക്കമുള്ളവർ അമേരിക്കയിൽ പോയി. ഇവരാരും അമേരിക്ക ബൂർഷയാണെന്നും
പോകണമെന്നും അമേരിക്ക നശിച്ചു പോകണമെന്നും അതിനെതിരെ സമരവും ചെയ്തിട്ട് ലാസ്റ്റ് അമേരിക്കയേക്കാൾ സൂപ്പർ കേരളമാണ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിന്ന് ഫോം വിളിച്ചു എന്ന് പറഞ്ഞ് PR വർക്ക് ചെയ്തിട്ടല്ല അവിടെ പോയത് എന്നൊരു വ്യത്യാസം കൂടിയുണ്ട്. അദ്ദേഹം മനസ്സിലാക്കാം. റബ്ബർ കർഷകന് കൃത്യമായി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച 150 കൊടുത്തിരുന്നെങ്കിൽ, കൃത്യമായി ഇവർ പ്രഖ്യാപിച്ച 250 കൊടുത്തിരുന്നെങ്കിൽ, സർക്കാരിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേട് കോട്ടയത്തെ റബ്ബർ കർഷകന് ഉണ്ടാകുമായിരുന്നില്ല അത് കൊടുത്തിരുന്നെങ്കിൽ. ഇപ്പോ ആ ഓച്ചാനം സ്വീകരിച്ചോളൂ എന്നാണ് പറയുന്നത്. എല്ലാ സാമ്പത്തികം നോക്കാതെ എല്ലാവർക്കും സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി വയോവന്ദൻ ഭാരത്. എന്തുകൊണ്ട് കേരളം ഇതുവരെ ഒപ്പിട്ടിട്ടില്ല? 2, ഇപ്പോൾ റബ്ബറിന്റെ കാര്യം പറഞ്ഞു. വെറുതെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വില പറഞ്ഞ പോലെ ഇപ്പം സിയാലിനെ കൊണ്ട് വില പറയിപ്പിക്കുന്നത്. 1.5 ലക്ഷം ഹെക്ടർ റബ്ബർ തോട്ടങ്ങൾ വെട്ടാതെ കിടക്കുക കേരളത്തിൽ. ആരിതിന് ഉത്തരവാദി? ജോർജ് കുര്യനോട് കൂടി ഒന്ന് ചോദിക്കണം. ആരാണ് ഇത് അദ്ദേഹം ഉത്തരവാദി? പറഞ്ഞിരുന്നു ജോർജ് കുര്യനാണോ ആക്കി തരാമെന്ന്. അദ്ദേഹത്തോടു കൂടി ജോർജ് കുര്യനാണോ കേരളം ഭരിക്കുന്നത്? നിങ്ങളല്ലേ ഭരിച്ചത്? റബ്ബറിന്റെ വിഷയത്തിൽ നിങ്ങളല്ലേ ഭരിച്ചത് കേരളം? നിങ്ങൾ UDF അല്ലേ കേരളം ഇത്രയും കാലം ഭരിച്ചത്? നിങ്ങൾ രണ്ടു കൂട്ടരും മാറി മാറി ഭരിച്ചിട്ട് റബ്ബർ കർഷകരുടെ പേര് പറഞ്ഞ് 2014 വരെ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ആസിയാൻ കരാറിൽ ഒപ്പുവെച്ചത് ആരാണ്? മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ആസിയാൻ കരാറിൽ ഒപ്പുവെച്ചത്. ഞങ്ങൾ നിർമ്മിച്ച വിമാനത്താവളത്തിന്റെ പേര് മാറ്റി. ഇതുവരെ അവർക്ക് ഞങ്ങൾ കൊണ്ടുവന്ന കരാറിൽ ജോർജ് കുര്യൻ കാരണമാണ് കേരളത്തിൽ റബ്ബർ തോട്ടങ്ങൾ വെട്ടാതെ കിടക്കുന്നത്. അടുത്ത ചോദ്യം. പാലാ മുനിസിപ്പാലിറ്റിയിലെ 11ാം വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എൻ്റെ വാർഡിൽ എല്ലാം LDF എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. എല്ലായിടത്തും 2 മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്നൊന്ന് പറയാവോ? ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയില്ല. ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെല്ലാം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഞങ്ങളുടെ കൈപ്പത്തിയിലാണ് എല്ലാവരും. നമ്മുടെ കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ആളുകൾക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും എന്തൊരു കൊതിയും എന്തൊരു ആവേശവുമാണ് എന്നുള്ളത് ഞങ്ങളുടെ ചിഹ്നത്തിന്റെ പ്രസക്തിയെ കരുത്തോടുകൂടെ ഉയർത്തിക്കാട്ടുന്നതാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ. ഇരിക്കട്ടെ, ഈ വാർഡിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും അങ്ങ് സൂചിപ്പിച്ച ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്വതന്ത്ര മത്സരിക്കുന്ന വാർഡിലുണ്ടോ? അവിടെയും അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത ചെമ്പതാക ഉയർന്നു പാറട്ടെ. നിങ്ങളുടെ പ്രതീക്ഷകൾ വസ്തുതാപരമാകട്ടെ. CPM ചിഹ്നവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് എന്തിനാണ് ഇത്ര വേവലാതി എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ വന്ന് കരഞ്ഞ CPM ദേശീയ ജനറൽ സെക്രട്ടറിക്ക് രാജസ്ഥാനിലടക്കം വിവിധയിടങ്ങളിൽ ഞങ്ങൾ സീറ്റ് കൊടുത്ത് ആ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി അവരെ സംരക്ഷിച്ച പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. പാലാ ജനറൽ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന, അത് ആര് കൊണ്ടുവന്നാണെന്നും അത് കെ മാണി സാർ തന്നെയാണ്. ആണല്ലോ, റവന്യൂവിന്റെ അവിടെ വഴി വീതി കൂട്ടണമെന്ന് പറഞ്ഞാൽ വെള്ളം ഉണ്ടാക്കി എല്ലാ UDF ന്റെ നേതാവായിരുന്ന റോഡ് വീതി കൂട്ടിയപ്പോഴാണ് കെ എം മാണി സാർ ആണ്. കെ മാണി സാർ കൊണ്ടുവന്നാണ് ഞാനും UDF കാലത്ത് UDF ഭരിക്കുമ്പോൾ UDFന്റെ ഒരു പ്രതിനിധി ഏത് മുന്നണിയിലായാലും നാടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീട്ടിൽ നോട്ട് മിഷൻ മാനസികമായി വിഷമിപ്പിച്ച CPM വേട്ടയാടി കൊലയ്ക്ക് കൊടുത്ത കെ മാണി സാർ. ഈ മാണി സാറിന്റെ മകനായ ജോസ് കെ മാണി ഞങ്ങളുടെ നേതാവിനെ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടല്ലേ ഞങ്ങള് 2 കൈയും നീട്ടി സ്വീകരിച്ച് LDFിലേക്ക് പോയതാ. നമ്പർ 1. രണ്ടാമത് ഇവിടെ റബ്ബർ വിലയെക്കുറിച്ച് സംസാരിച്ചു. ഈ P. ചിദംബരം എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ധനകാര്യമന്ത്രിയായിട്ടിരുന്ന സമയത്താണ് അനധികൃതമായിട്ട് റബ്ബർ ഇറക്കുമതി ചെയ്ത് ഈ പാലായിലെയും കേരളത്തിലെ മുഴുവൻ റബ്ബർ കർഷകരെയും ഒരു തർമ്മക്കാരന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. കേരളത്തിൽ നിന്നുള്ള എംപിയുടെ പേര് ജോസ് കെ മാണി. അതൊക്കെ ആയിരിക്കാം, പക്ഷേ ജോസ് കെ മാണി മന്ത്രിയല്ല. ഇവിടെ നിന്ന് വിദേശത്ത് പോകുന്ന പിള്ളേര് മുഴുവൻ അവരുടെ ചികിത്സയ്ക്കും അവരുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കുമായി കേരളത്തിൽ തിരിച്ചു വരുന്നു. എന്ന് സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അറിയാം. അതിന്റെ പേര് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്നാണ്. പാലാ ജനറൽ ആശുപത്രിയിൽ പുതിയ ബിൽഡിംഗ് പണിത് അതിന്റെ 5ാം നിലയിലാണ് സർജറി. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലയളവിൽ 5 നിലയ്ക്ക് മേൽ വലിപ്പമുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം പാലാ ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുകയും അതിന്റെ 5ാം നിലയിൽ സർജറി നടക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഗവൺമെന്റിൽ ഇരുന്നപ്പോഴാണ് വെറുതെ മണ്ടത്തരം ഇതൊരു മര്യാദയാണ്. എന്ത് മണ്ടത്തരം പറയുന്നത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുമോ? 3 ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ഒറ്റ ദിവസം നടത്തിയ ഇന്ത്യയിലെ ഏക മെഡിക്കൽ കോളേജുള്ള നമ്മുടെ ജില്ല. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും മോശക്കാരാണോ?
എക്സ്പീരിയൻസിന്റെ അനുഭവത്തിൽ വിലയിരുത്തും. ജയിക്കിന് പറയാനുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പട്ടികകളുടെ കണക്കാണ്. പക്ഷേ അങ്ങ് ഈ ചർച്ച കഴിഞ്ഞ് എൻ്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് പാല ആശുപത്രിയിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ പട്ടികകളുടെ ഒന്നും കണക്ക് കാണില്ല. കുറേ പട്ടികൾ, തെരുവ് നായ്ക്കളാണ് അവിടെ ഉള്ളത്. അതായത് കേരളത്തിൻ്റെ യാഥാർത്ഥ്യം, കേരളത്തിൻ്റെ നേർചിത്രം ആശുപത്രിയിൽ ചെല്ലുന്നവർക്ക് അങ്ങ് ഈ പറഞ്ഞ പട്ടികകളെ കാണാൻ പറ്റില്ല. പച്ച മലയാളത്തിൽ സിമ്പിളായി പറഞ്ഞാൽ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അവിടെ പട്ടികൾ മാത്രമേ ഉള്ളൂ, ഡോക്ടർമാരും ഇല്ല. ആ അവസ്ഥയാണുള്ളത്. ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ മത്സരിക്കുന്നത് അയാൾ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ചുറ്റിയാരിവാൾ നക്ഷത്രം വാർഡ് 26. നിങ്ങൾ 3 സീറ്റിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി പോലും ഇല്ല. പുതുപ്പള്ളിക്കാരൻ മനസ്സിലാക്കണം. 3 സീറ്റിൽ സ്ഥാനാർത്ഥിയില്ല. കാരണം കേരളത്തിൽ എന്താണുള്ളത് ഒരു കാര്യം ചേട്ടാ, ഒരു കാര്യം ഈ ട്രാക്കിലോ തൊഴിലവസരങ്ങളുണ്ടോ? ഇവിടെ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ പിള്ളേരെല്ലാം വിദേശത്തേക്ക് പോവുക. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ മുഴുവൻ ഇന്ത്യ വിടുകയാ. +2 കഴിഞ്ഞ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് പോവാൻ സമയമില്ല. എന്തായാലും വളരെ 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 ശക്തമായ വിഷയങ്ങൾ. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക? രാഷ്ട്രീയ വിവാദങ്ങൾ മാത്രമാണോ? അല്ല. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നത് ആരോഗ്യ മേഖല, റബ്ബറിന്റെ വില, അങ്ങനെ നിരവധി വിഷയങ്ങളാണ്. അങ്ങനെ കേരളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ നിരവധി വിഷയങ്ങൾ, ജനങ്ങളുടെ ജീവൽ സംബന്ധിയായ നിരവധി വിഷയങ്ങൾ ചർച്ചയാവുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ്, അതിന്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ പാലായിൽ കണ്ടത്. പാലായിലെ മുഴുവൻ ജനാവലിക്കും 3 അതിഥികൾക്കും നന്ദി. ഗുഡ് നൈറ്റ്.